ഇംഗ്ലീഷ് വാക്യങ്ങൾ എഴുതുമ്പോൾ ശരിയായ പങ്ക്ച്വേഷൻ മാർക്ക് ഉപയോഗിക്കാൻ അറിയാത്തവരായി ചിലരെങ്കിലും കാണില്ലേ നമ്മുടെ ഇടയിൽ തന്നെ? അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. 10 വാക്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കവ പരിശോധിക്കാം. ഒന്നാമത്തേത്, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഏതൊരു ഇംഗ്ലീഷ് വാക്യവും ആരംഭിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഈ വാക്യം ആരംഭിച്ചിരിക്കുന്നത് സ്മോൾ ലെറ്ററിലാണ്. അപ്പോൾ ഓൾ എന്ന വാക്കിലെ എ സ്മോൾ ലെറ്റർ മാറ്റി ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. ഇനി പഠിക്കേണ്ടത്, ഏതൊരു വാക്യവും ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കേണ്ടത്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് നൽകിയിട്ടില്ല. ആയതിനാൽ ഈ വാക്യത്തിൻ്റെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് നൽകണം. രണ്ടാമത്തെ വാക്യം, ഹൗ സ്വീറ്റ് ദിസ് റോസ് സ്മെൽസ്. ഇത് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും ആരംഭിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ. അപ്പോൾ ഹൗ എന്ന വാക്കിൻ്റെ എച്ച് സ്മോൾ ലെറ്ററാണ്, അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. എന്നിട്ട് ആ വാക്യത്തിൻ്റെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് കൂടി നൽകുക. മൂന്നാമത്തേത്, വാട്ട് ഈസ് ദ ടൈം നൗ. ഇതൊരു ചോദ്യവാക്യമാണ്. അപ്പോൾ ചോദ്യവാക്യമായാലും ആ വാക്യം ആരംഭിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ. ഇപ്പോൾ ഇവിടെ W സ്മോൾ ലെറ്ററാണ്, അവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. അതൊരു ചോദ്യവാക്യമായതിനാൽ ഫുൾ സ്റ്റോപ്പിന് പകരം ചോദ്യചിഹ്നമാണ് കൊടുക്കേണ്ടത്. നാലാമത്തെ വാക്യം, ദ രാമായണ ഈസ് എ ഹോളി ബുക്ക്. അപ്പോൾ ചോദ്യം ആരംഭിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ. രാമായണ എന്ന് പറയുന്നത് ഒരു ഹോളി ബുക്കാണ്, അതൊരു പ്രോപ്പർ നൗണുമാണ്. അപ്പോൾ പ്രോപ്പർ നൗൺ വാക്യത്തിൻ്റെ ആദ്യമല്ല ഇടയ്ക്ക് വന്നാലും എന്ത് ചെയ്യണം, അത് ആരംഭിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അപ്പോൾ അവിടെ 6 സ്മോൾ ലെറ്റർ മാറ്റി ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. എന്നിട്ട് വാക്യത്തിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് നൽകുക. അഞ്ചാമത്തെ വാക്യം, വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. അവിടെ W ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. ഇംഗ്ലീഷ് എന്ന വാക്കിൻ്റെ, ഇംഗ്ലീഷ് ഒരു സ്പെസിഫിക് ലാംഗ്വേജ് ആണ്, അതിലെ ഈ ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. അവസാനം ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. 6, ദ റിച്ചസ്റ്റ് മാൻ ഇൻ അവർ സ്റ്റേറ്റ് ഈസ് M.A. യൂസഫ് അലി. അവിടെ M.A. യൂസഫ് അലി എന്നുള്ള പേരിൻ്റെ ഇനിഷ്യലും പേരിൻ്റെ ആദ്യവും സ്മോൾ ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആ 3 അക്ഷരങ്ങളും ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. വാക്യത്തിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് കൂടി നൽകുക. 7, ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ബോയ് ഇൻ അവർ ക്ലാസ് ഈസ് സെറിൻ. സെറിൻ ഒരു പ്രോപ്പർ നൗണാണ്. അപ്പോൾ എസ് ക്യാപിറ്റൽ ലെറ്ററാണ് വരേണ്ടത്. ചോദ്യത്തിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് നൽകുക. 10 വാക്യങ്ങളും ശരിയായ പങ്ക്ച്വേഷൻ മാർക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരം ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൻസർ കീ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടും മനസ്സിലാവും.